ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. സർദാർ പട്ടേൽ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ ഭാരതീയരെയും അഭിമാനപൂരിതരാക്കിയതായും പ്രധാനമന്ത്രി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ ആഹ്വാനം. GST പരിഷ്കരണം തദ്ദേശീയ വസ്തുക്കളുടെ വാങ്ങൽ ഗണ്യമായി വർദ്ധിപ്പിച്ചതായും മൻ കി ബാത്തിൽ പരാമർശം. കേരളത്തിലെ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്നും പ്രധാനമന്ത്രി പരാമർശത്തിൽ സന്തോഷമറിയിച്ച് വയനാട്ടിലെ കാപ്പി കർഷകർ. അടിമാലി മണ്ണിടിച്ചിൽ ബാധിത പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ദേശീയപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേധാവിത്വം തുടർന്ന തിരുവനന്തപുരം. തൃശൂർ ജില്ല 2ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സർദാർ പട്ടേൽ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ ഭാരതീയരെയും അഭിമാനപൂരിതരാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 31-ന് നടക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ പങ്കുചേരാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭാരതത്തിന്റെ ഭരണനിർവഹണ സംവിധാനത്തിന് ശക്തമായ അടിത്തറ പാകിയ സർദാർ പട്ടേൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമാനതകളില്ലാത്ത ശ്രമങ്ങൾ നടത്തിയതായി ശ്രീ മോദി പറഞ്ഞു. सरदार पटेल ने भारत के ब्यूरोक्रेटिक फ्रेमवर्क की एक मजबूत नींव भी रखी. देश की एकता और अखंडता के लिए उन्होंने अद्वितीय प्रयास किए. मेरा आप सबसे आग्रह है 31 अक्टूबर को सरदार साहब की जयंती देश भर में होने वाली रन फॉर यूनिटी में आप भी जरूर शामिल हो और अकेले नहीं, सबको साथ लेकर के शामिल हो. एक प्रकार से युवा चेतना का ये अवसर बनना चाहिए. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം രാജ്യം നവംബർ 7-ന് വിപുലമായി ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ രചിച്ച വന്ദേമാതരം ഭാരതമാതാവിന്റെ വാത്സല്യം നമുക്ക് പകർന്നു തരുന്നതായും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം അവിസ്മരണീയമാക്കുന്നതിനായി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ #വന്ദേമാതരം 150 എന്നതിനൊപ്പം പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. वंदे मातरम इस एक शब्द में कितने ही भाव है, कितनी ऊर्जाएं हैं. सहज भाव में ये हमें माँ भारती के वात्सल्य का अनुभव कराता है. अगर कठिनाई का समय होता है तो वंदे मातरम का उद्घोष 140 करोड़ भारतीयों को एकता की ऊर्जा से भर देता है. वंदे मातरम भले ही 19वीं शताब्दी में लिखा गया था, लेकिन इसकी भावना भारत की हजारों वर्ष पुरानी अमर चेतना से जुड़ी थी. GST സേവിംഗ്സ് ഫെസ്റ്റിവലിനെ കുറിച്ച് ആളുകൾ വളരെയധികം ആവേശം പങ്കുവയ്ക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തവണ ഉത്സവകാലത്ത് വിപണികളിൽ തദ്ദേശീയ വസ്തുക്കളുടെ വാങ്ങൽ ഗണ്യമായി വർദ്ധിച്ചതായും അദ്ദേഹം മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഛഠ് ഉത്സവ ആശംസകളും നേർന്നു. സംസ്കാരം, പ്രകൃതി, സമൂഹം എന്നിവ തമ്മിലുള്ള അഗാധ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഈ ഉത്സവമെന്നും ശ്രീ മോദി പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സസ്യജാലങ്ങളും കണ്ടൽ വനങ്ങളും പരിസ്ഥിതിയിൽ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ചും മൻ കി ബാത്തിന്റെ 127ാം പതിപ്പിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. വിശദാംശങ്ങളിലേക്ക്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈമാറുന്നവർക്ക് ഭക്ഷണം നൽകുന്ന ഛത്തീസ്ഗഡിലെ കഫേകളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. 1 കിലോഗ്രാം, 1/2 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരമായി ഒരു നേരത്തെ ഭക്ഷണം ഉറപ്പു നൽകുന്ന സംരംഭം അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നടപ്പാക്കുന്നത്. കണ്ടൽക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ച പ്രധാനമന്ത്രി സുനാമി, ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങളിൽ ഇവ വളരെയധികം ഉപകാരപ്രദമാണെന്നും പറഞ്ഞു. ഗുജറാത്ത് വനം വകുപ്പ് ധോലേരയിൽ നടപ്പാക്കിയ കണ്ടൽ വിപുലീകരണ ക്യാമ്പയിൻ പ്രദേശത്തെ ഡോൾഫിനുകളുടെയും മറ്റ് ജലജീവികളുടെയും എണ്ണം വർദ്ധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാപ്പി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാപ്പിയുടെ സ്വാദിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഒഡീഷയിൽ നിന്നുള്ള കൊരാപുട്ട് കാപ്പിയുടെ രുചിയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ വയനാട്, തിരുവിതാംകൂർ, മലബാർ പ്രദേശങ്ങളിലെ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്ന് ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ പരാമർശം വയനാട്ടിലെ കാപ്പി കർഷകരെ ഏറെ സന്തോഷിപ്പിക്കുന്നതായി കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി ബ്രാൻ ആകാശവാണിയോട് പറഞ്ഞു.
മൻ കി ബാത്ത് പരിപാടിയിൽ ഇന്ന് വയനാടൻ കോഫിയെ പറ്റി പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വയനാട്ടിലുള്ള കാപ്പി കർഷകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്ക് പുറത്തും ഏറെ പ്രചാരം നിൽക്കുന്ന വയനാട് റോബസ്റ്റ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് പ്രകാരം അത് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്, പ്രത്യേകിച്ച് വയനാട്ടിലുള്ള കാപ്പി കർഷകർക്ക്. സംസ്കൃത ഭാഷയ്ക്ക് സമൂഹമാധ്യമത്തിലൂടെ പുതുജീവൻ ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. സോഷ്യൽ മീഡിയ വഴി സംസ്കൃതം പഠിപ്പിക്കുന്ന യുവജനങ്ങളെ അദ്ദേഹം മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി. തദ്ദേശീയ ഇനം നായ്ക്കളെ ദത്തെടുക്കാനുള്ള തന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് BSFും CRPFും നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ഇരു സേനാ വിഭാഗങ്ങളും ഡോഗ് സ്ക്വാഡുകളിൽ തദ്ദേശീയ നായ്ക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. റാംപൂർ ഹൌണ്ട്, മുധോർ ഹൌണ്ട്, മോൺഗ്രൽസ്, കൊമ്പൈ, പാണ്ടിക്കോണ തുടങ്ങിയ തദ്ദേശ ഇനം നായ്ക്കൾക്കാണ് BSFും CRPFും പരിശീലനം നൽകി വരുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇവയുടെ പരിശീലനം. തദ്ദേശീയ ഇനം നായ്ക്കളുടെ പരിശീലന മാനുവലുകൾ അവയുടെ അതുല്യമായ ശക്തികൾ പുറത്തുകൊണ്ടുവരുന്ന വിധത്തിൽ മാറ്റി എഴുതപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്നൌവിൽ നടന്ന ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റിൽ വിദേശ ഇനങ്ങളെ പിന്തള്ളി ഒന്നാം സ്ഥാനം നേടിയ റിയ എന്ന മുധോൾ ഹൌണ്ട് നായയെക്കുറിച്ചും ഛത്തീസ്ഗഡിൽ 8 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ CRPFന്റെ തദ്ദേശീയ ഇനം നായയെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പ്രത്യേകം പ്രതിപാദിച്ചു. ഹൈദരാബാദിലെ നൈസാമിന്റെ ക്രൂരതകൾക്കെതിരെ നിലകൊണ്ട കൊമരം ഭീം എന്ന ധീരവ്യക്തിത്വത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. 40ാം വയസ്സിൽ നൈസാമിന്റെ ആളുകളാൽ വധിക്കപ്പെട്ട കൊമരം ഭീമിന് ശ്രീ മോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനം അടുത്ത മാസം 15-ന് ആഘോഷിക്കാനിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനും പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മലേഷ്യയിൽ നടന്ന ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്തു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ ആസിയാൻ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സുസ്ഥിര പുരോഗതി കാഴ്ചവെച്ചതായി അദ്ദേഹം പറഞ്ഞു. അടിമാലിയിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തബാധിത പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. 25 കുടുംബങ്ങളെ ഇവിടെ നിന്നും അടിമാലി സർക്കാർ സ്കൂളിലെ താൽക്കാലിക ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചതായി മന്ത്രി പറഞ്ഞു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത ജില്ലാ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിച്ചതാണെന്നും അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്നും മുഴുവൻ കുടുംബങ്ങളെയും ഇത് പ്രകാരം മാറ്റിപ്പാർപ്പിച്ചതാണെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. അതേസമയം ദേശീയപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പിന്മാറാൻ സാധിക്കുമെന്ന് കരാറിൽ ഉണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലെ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഫണ്ട് ഇക്കാരണത്താൽ ഒഴിവാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തില്ലെന്നും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാനുള്ള എല്ലാ അധികാരവും സംസ്ഥാന സർക്കാരിനാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചു. ഈ മാസം 29-ന് രാവിലെ 11-ന് തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിലാണ് യോഗം. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പ്രതിനിധിക്ക് യോഗത്തിൽ പങ്കെടുക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തൃശൂരിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. 1513 പോയിന്റുമായാണ് ആതിഥേയർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. തൃശൂർ രണ്ടാമതും പാലക്കാടും കണ്ണൂരും 3ഉം 4ഉം സ്ഥാനങ്ങളിലുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സർദാർ പട്ടേൽ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ ഭാരതീയരെയും അഭിമാനപൂരിതരാക്കിയതായും പ്രധാനമന്ത്രി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ ആഹ്വാനം. GST പരിഷ്കരണം തദ്ദേശീയ വസ്തുക്കളുടെ വാങ്ങൽ ഗണ്യമായി വർദ്ധിപ്പിച്ചതായും മൻ കി ബാത്തിൽ പരാമർശം. കേരളത്തിലെ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്നും പ്രധാനമന്ത്രി. പരാമർശത്തിൽ സന്തോഷമറിയിച്ച് വയനാട്ടിലെ കാപ്പി കർഷകർ. അടിമാലി മണ്ണിടിച്ചിൽ ബാധിത പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ദേശീയപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേധാവിത്വം തുടർന്ന് തിരുവനന്തപുരം. തൃശൂർ ജില്ല 2ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.